ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഒരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് 250 ml അളവ് കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് നിങ്ങൾ എടുത്താൽ നുറുക്ക് ഗോതമ്പ് എടുത്താൽ മതി. നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ സൂചി ഗോതമ്പ് ബ്രോക്കൺ വീറ്റ് എന്നൊക്കെ പറഞ്ഞ് കവറിൽ എഴുതിയിരിക്കുന്നത് മോളുകളിലൊക്കെ അല്ലെങ്കിൽ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ച് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഞെവിടി കഴുകിയതാണ് കേട്ടോ. എന്നിട്ട് അത് ഞാൻ കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചതാണ്. അപ്പം നമ്മൾ എത്ര അളവെടുക്കുന്നു അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം വെക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ അതിലും ഒരു 1.5 കപ്പോടെ എക്സ്ട്രായും കൂടെ വെച്ചു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും. അതായത് ഇപ്പോൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുവാണെങ്കിൽ 2 കപ്പ് വെള്ളം 2.5 കപ്പ് വെള്ളം എടുക്കണേ. ഞാനാണെങ്കിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളം വെച്ച് പിന്നെ ഒരു 1.5 കപ്പ് കൂടെ എക്സ്ട്രാ വെക്കും. അപ്പോൾ ഇത് ഞാൻ ചവ്വരി വേവിക്കാൻ വെക്കുവാണ്. അത് ഒരു കൈപ്പിടി ഇല്ല, ഒരു കുഞ്ഞ് ഒരു പിടി, ചെറിയൊരു കൈപ്പിടിയേ ഉള്ളൂ, ഒരു 1/4 കപ്പ് പോലും ഇല്ല കേട്ടോ. അത് ഞാനൊരു 15 മിനിറ്റോളം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇത് വേവിക്കാനായിട്ട് എടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചാൽ മതി. ഇപ്പം ഞാൻ അതൊരു സൈഡിൽ വേവിക്കാൻ വെച്ചു, ഈ സൈഡിൽ മറ്റേ അടുപ്പിൽ ഗോതമ്പ് വെന്ത് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ നോക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചാൽ മതി കേട്ടോ. നല്ല നല്ല പരുവത്തിലാണ് വെന്തത്, ഒരുപാട് വെന്ത് പോയിട്ടില്ല കേട്ടോ. ഇനി ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ അടികട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ലതുപോലെ പായസം ഉണ്ടാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അടിക്ക് പിടിക്കത്തുമില്ല. നല്ലതുപോലെ നമുക്ക് ഇളക്കുകയും എല്ലാം ചെയ്യാൻ സൗകര്യത്തിന് അടികട്ടിയുള്ള പാത്രം തന്നെയാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു മണമൊക്കെ ഉള്ള നെയ്യാണ് വീട്ടിലുണ്ടാക്കിയതുകൊണ്ട്. അപ്പം നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നമ്മൾ വെന്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വികസിച്ച് ഒരുപാടായി കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് നിങ്ങൾ എടുത്താൽ മതി. 1 കപ്പ് എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വേവിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും കാണും. ഇനി ഇത് ആ ഉരുളിയിൽ ആ നെയ്ക്ക് എത്തിയിട്ടൊന്ന് വഴറ്റണം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഗോതമ്പ് പായസത്തിന് പ്രത്യേക ടേസ്റ്റായിരിക്കും. ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കുറയും. ഞാനീ പറയുന്ന ഈ ടിപ്സൊക്കെ അതേപോലെ ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഒരു പായസം ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ശർക്കരപ്പാനി കുറച്ച് ഏറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2-3 പായസം ഉണ്ടാക്കാനായിട്ടുള്ളത് ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇതിലൊരു 4 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ശർക്കര 6 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ അതിൽ 4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പം 4 കപ്പ് നിങ്ങൾ ഒഴിച്ചു കൊടുത്താലും നോക്കണം മധുരം കറക്റ്റാണ്. ഒരു തുള്ളി മധുരം ഒന്ന് മുന്നോട്ട് നിൽക്കുവാണെങ്കിൽ പായസത്തിന് ഗോതമ്പല്ലേ കറക്റ്റായിട്ട് ലാസ്റ്റിൽ തേങ്ങാപ്പാലൊക്കെ ചേർന്ന് വരുമ്പോൾ കറക്റ്റ് മധുരം വരും. അത് മധുരം നോക്കി വേണം നിങ്ങൾ ചേർക്കാൻ കേട്ടോ. ചിലപ്പം 3-3/4 കപ്പ് മതിയായിരിക്കും. അങ്ങനെ അത് നിങ്ങൾ മധുരം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചേർത്താൽ മതി. എന്നാലും കൂടിപ്പോരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് അത്ര നമുക്ക് പിടിക്കത്തില്ല, പെട്ടെന്ന് ചെടിക്കുമെന്ന് പറയും, മടുത്തു പോവും. ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കണം കേട്ടോ. ഈ ശർക്കരയും ഗോതമ്പും കൂടെ നല്ലതുപോലെ യോജിക്കണം, കുറേ നേരം ഇളക്കണം. നമുക്ക് ഇച്ചിരി പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പായസം കുടിക്കാൻ ടേസ്റ്റ് ആണെങ്കിലും അത് ഉണ്ടാക്കുന്നത് ഇളക്കുക എന്നുള്ള പ്രോസസ്സ് കുറച്ച് നേരം എടുക്കുന്നതാണ്. അപ്പോൾ അടുത്തുനിന്ന് മാറാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണ്ട എന്ന് ഞാൻ പായസത്തിൻ്റെ കാര്യത്തിൽ പറയത്തില്ല. കാരണം പായസം എന്ന് പറഞ്ഞാൽ നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. അപ്പം ഒരു പായസത്തിന് അതിൻ്റെ എല്ലാ ഫ്ലേവറും അത് കഴിക്കുമ്പം നമുക്ക് കിട്ടണം. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പായസം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്നോട് പറയണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരുപാടങ്ങ് വരണ്ട ഈ ഒരു കുറുകി അങ്ങ് വറ്റിപ്പോവരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പായസം എപ്പോഴും നമ്മൾ കുടിക്കാനായിട്ടുള്ളതല്ലേ. അപ്പോൾ ഒരുപാടങ്ങ് കുറുകിപ്പോയാലും കൊള്ളത്തില്ല, ഓവറായിട്ട് കുറുകരുത്. അപ്പം നമ്മളിങ്ങനെ തവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഇതിനെ പൊക്കി നോക്കുമ്പോഴാണെങ്കിൽ ഇറ്റിറ്റ് വീഴുന്ന പോലെ ആവുന്നൊരു പരുവമുണ്ട്. ആ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 2-ാം പാൽ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കുക. ഇളക്കുമ്പോഴേ തീ ഒരുപാടും കൂടിപ്പോയില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ പരുവമായിട്ടാണ്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിക്കാം.
രണ്ടാം പാലും ഒന്നാം പാലും എടുക്കുന്ന വിധം ഞാനിതിൽ കാണിച്ചിട്ടില്ല. അത് ഞാൻ ഒരു അടപ്രഥമൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 4 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും 2 കപ്പിലൊന്നും ഒതുക്കരുത്. നല്ലതുപോലെ രണ്ടാം പാൽ ഒഴിച്ചാൽ മാത്രമേ ആ പാലിൽ കിടന്ന ആ പായസം നല്ല ടേസ്റ്റിൽ വരത്തുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ ലാസ്റ്റിൽ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി, ഒരു പരുവം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പശുവും പാലൊഴിക്കുകയും അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന രീതി തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ 4 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു, നല്ലതുപോലെ ഇളക്കി അത് യോജിപ്പിക്കുക. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം. കാരണം കുറച്ച് പണിയുണ്ട്. കാരണം ഈ രണ്ടാം പാലിൽ കിടന്ന് ഈ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടണം. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചൊന്ന് ഇളക്കി കഴിഞ്ഞ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചവ്വരി നല്ലതാണ്, പായസത്തിനൊരു കൊഴുപ്പ് കിട്ടും. ഈ ചവ്വരി ഈ കാണിച്ച പോലെ കണ്ടോ, കണ്ണാടി പരുവത്തിൽ ഇങ്ങനെ വെന്ത് കിട്ടും. ഞാനവിടെ വേവിക്കാൻ വെച്ചത്, മറ്റേ അടുപ്പിൽ വെച്ചത് വെന്തത് ഈ ഒരു പരുവത്തിലാട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തു. അപ്പോൾ ചവ്വരി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ചുകൂടെ ഒന്ന് കുറുകുന്ന പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. കുറച്ച് നെയ്യ് എന്തായാലും ഇപ്പോഴും ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഒരു പഴുത്ത ഏത്തയ്ക്ക, അതായത് നേന്ത്രപ്പഴം, നമ്മൾ ഈ ഫ്രൂട്ട് സലാഡിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യിൽ വഴറ്റിയെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഈ ഒരു ഏത്തയ്ക്ക ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ അത് പായസത്തിൽ ഇടയ്ക്ക് കടിക്കാനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും വറുത്തിടുമല്ലോ, അത് നമ്മൾ ഒരു കുറച്ച് അതിൽ നിന്ന് ഒരു കുറച്ചെടുത്തിട്ട് ചേർക്കും കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് ഈ പായസത്തിൽ ഇടയ്ക്കൊക്കെ ചേർക്കുമ്പോൾ നല്ലതുപോലെ കിട്ടും. അല്ല ലാസ്റ്റിൽ മാത്രം ചേർത്താലല്ല. അതുകൊണ്ട് കുറച്ച് ഞാനിപ്പം ചേർക്കുക കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കുക. ഇനി ഇളക്കിയിട്ട് ഒന്ന് നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ. അതായത് രണ്ടാം പാൽ ചേർത്ത് പായസം നല്ലതുപോലെ തിളയ്ക്കണം. ഒരുപാടങ്ങ് കുറുകിപ്പോരുത്. വെള്ളത്തിൻ്റെ ചുവ ഒരിക്കലും പായസത്തിന് വരാൻ പാടില്ല. അതിനാണ് ശർക്കരപ്പാനി ചേർക്കുമ്പോഴായാലും രണ്ടാം പാൽ ചേർക്കുമ്പോഴായാലും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല തിളയ്ക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. കുറച്ച് തിളച്ചാൽ പോരാ, നല്ലതുപോലെ തിളയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് തിളച്ച് വറ്റിപ്പോരുത്. അത് നമ്മൾ തീയൊക്കെ ക്രമീകരിച്ച് അത് നമ്മൾ നോക്കണം. ആ കുറുകുന്ന ആ കൺസിസ്റ്റൻസി മാറി മാറി വരുന്നത് നിങ്ങൾ നോക്കി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുറുകുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറുകുന്ന പരുവാകുമ്പോഴും നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പായസത്തിന് ഞാൻ 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ രണ്ടാം പാൽ 4 കപ്പും ഒന്നാം പാൽ 2 കപ്പും എടുത്തിരിക്കുന്നത്. അത്രയും തന്നെ ചേർക്കണം. അപ്പോഴാണ് ആ പായസത്തിന് ടേസ്റ്റും കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചൂടാകാൻ പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക, ഉടനെ തീ ഓഫാക്കുക. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഞാനിവിടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി അത് മിക്സ് ആയിക്കോളും കേട്ടോ. ഇനി അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. നമ്മളിപ്പോൾ തീ ഓഫാക്കി. പായസമല്ലേ, അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 നുള്ള് ഉപ്പ്, ഒരു പൊടിക്ക് മതി കേട്ടോ, ചേർക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കണം. അതുപോലെ നമ്മൾ ഒരു ടീസ്പൂൺ മുതൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് 1.5 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ചേർക്കാം. പക്ഷേ ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി വേറൊരു കാര്യം, വേണമെങ്കിൽ നിങ്ങൾക്ക് ചുക്ക് ജീരകം ഒക്കെ പൊടിച്ചിടാം. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ ഞാനിപ്പോഴേ കുറച്ച് കിസ്മിസ് അതുപോലെ കാഷ്യൂ ഒക്കെ നെയ്ക്കകത്ത് വറുത്തിടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തേങ്ങ ചെറുതായിട്ട് നുറുക്കിയിട്ട് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചേർക്കാഞ്ഞത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തു ഓഫാക്കി വെച്ചിരിക്കുവാണല്ലോ. കറക്റ്റായിട്ടൊരു പരുവമാണിത്. ഇനി ഇത് അടുപ്പിൽ നിന്നുകൂടി അങ്ങ് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറുകിപ്പോവും. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പായസമാണ് ഇത്. ഞാനിതുണ്ടാക്കിയിട്ട്
കൊടുത്തവരെല്ലാം എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞതാണ്. ഈ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഹാപ്പി ഓണം.